ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന്റെ. ഇന്നത്തെ ടിക്കറ്റ് ടു ഫിനാലെ ഗോൾഡൻ റാബിറ്റ് ആണ്. അപ്പൊ അതിന്റെ കാര്യം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 10 പേര് മത്സരിക്കും. ബാക്കിയുള്ള 1, 2, 3 പേർക്ക് മാത്രമേ അതിന്റെ വിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പോയിന്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ടിക്കറ്റ് ടു ഫിനാലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് നാളെ ടെലികാസ്റ്റിംഗിൽ വരുന്ന ഇന്നത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ടാസ്ക് കൂടി കഴിഞ്ഞപ്പോൾ അഭിഷേക് ശ്രീകുമാർ മുകളിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അഭിഷേക് ശ്രീകുമാർ ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് ഒന്നാമത് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ബോണസ് പോയിന്റ് കിട്ടിയ ഋഷിയെക്കാട്ടിലും അതുപോലെ തന്നെ ജാസ്മിനെക്കാട്ടിലും. ഇപ്പൊ ഇന്നത്തെ ടാസ്കിൽ ആരാണ് ജയിച്ചതെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇതുവരെയുള്ള ടാസ്കുകളിൽ ഇപ്പൊ ഇന്ന് നമുക്ക് ലൈവിലുള്ള ടാസ്ക് ഗോൾഡൻ റാബിറ്റ് അല്ലാതെ ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കുന്ന ദിവസം നടന്ന ഷൂട്ടിലും ടാസ്കിലും അഭിഷേക് ശ്രീകുമാർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിഷേക് ശ്രീകുമാറാണ് ടിക്കറ്റ് ഫിനാലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നത്. നമുക്ക് ഓൾറെഡി അഭിഷേക് ശ്രീകുമാറിനെ എല്ലാവരും ടോപ്പ് 5 പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. അഭിഷേക് ശ്രീകുമാർ ടോപ്പ് 5 ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ടിക്കറ്റ് ഫിനാലെ ജയിച്ച് ടോപ്പ് 5 വരുവാണെങ്കിൽ എൻ്റെ ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ ഒക്കെ പറഞ്ഞാൽ ജാസ്മിൻ ഉണ്ടാവും, ജിൻഡോ ഉണ്ടാവും, അർജുൻ ഉണ്ടാവും, അഭിഷേക് ഉണ്ടാവും, അതുപോലെ തന്നെ സിജോ ഉണ്ടാവും. അപ്പോൾ ഇത്രയും പേരെന്തായാലും ടോപ്പ് 5 ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വട്ടം ടോപ്പ് 6 or 7 ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഋഷിയും ശ്രീതും കൂടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അങ്ങനെയാണ് ഒരു ടോപ്പ് 7 ഒക്കെ വരാനാണ് സാധ്യത. എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയിൽ കനത്ത മത്സരം നടക്കുമ്പോൾ അഭിഷേക് ശ്രീകുമാർ മുന്നേറുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയുടെ ബിഗ് ബോസിന്റെ മറ്റ് അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക.